മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു തലവേദനയുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ചിലവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്കിത് വർഷത്തിലൊരിക്കലൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഈ ഇടയ്ക്കാണ് ഇത് വന്നത്. അപ്പോൾ എനിക്കിത് വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ ഓറ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിലൊക്കെ നിൽക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഓറ 999 - അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരുന്നതിന് അരമണിക്കൂർ മുമ്പ് എനിക്ക് ഇങ്ങോട്ടുള്ളതോ വിഷം പകുതി കട്ടാകും. അത് കഴിഞ്ഞ് കയ്യിൽ ചെറുതായിട്ടൊരു വിറയൽ, ഒരു ധീരയിലൊക്കെ കാണുന്ന ടിങ്ക്ലിങ് സെൻസേഷൻ വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും പണി കിട്ടിയെന്ന്. ഒരു സാധനം വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും വീടെത്താൻ വേണ്ടി ഒന്ന് ഒരു കിലോമീറ്റർ മുമ്പ് ഫുള്ളായിട്ട് കട്ടായി. ചിലവരൊക്കെ വിചാരിക്കും ഇതൊരു സാധാ തലവേദനയാണെന്ന്. പക്ഷേ ഇത് വരുന്നവർക്കേ അറിയാവൂ. എനിക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിലും വന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കറക്റ്റ് അറിയാം. ഇത് ഡെയിലിയൊക്കെ വരുന്നൊരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്കിത് പരിചയമേത്തൊക്കെ വന്ന സമയത്ത് നമുക്ക് എഴുതാൻ്റെ വാക്കുകളൊക്കെ സ്പെല്ലിങ് തെറ്റാവും. ഈ പറയുന്ന വാക്കുകളൊന്നും അവിടെ നിന്ന് പറയും പുറത്തോട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറും. പരീക്ഷയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ വായിൽ പറഞ്ഞിട്ട് ഛർദ്ദിച്ചിട്ട് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വന്ന സമയത്ത് നല്ല എനിക്ക് കടുത്തപ്പോൾ ഞാൻ പിന്നെ വണ്ടി നിർത്തി മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങി ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് തിന്നാൻ നോക്കി. തിന്നുന്നതിന് മുമ്പ് ഞാൻ ഛർദ്ദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് ഛർദ്ദിച്ചങ്ങ് ഊപ്പാട് വന്നു. നാട്ടുകാരെയൊക്കെ വിചാരം ഞാൻ എന്തോ വെള്ളമൊടിച്ചിട്ടൊക്കെ വന്ന് ഇന്ന് യോഗം ഛർദ്ദിക്കുന്ന രീതിയിൽ എന്നെ കുറച്ച് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പേര് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു. ഒരു പക്ഷേ ഇവന്മാരെയൊക്കെ വീട്ടിലായാലൊക്കെ സ്ഥിരം ഇതേണക്ക് എവിടെയെങ്കിലും വെള്ളമൊക്കെ അടിച്ച് ഛർദ്ദിച്ചൊക്കെ കിടക്കുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നാളെ ഇത് ഏതെങ്കിലും നീലക്കുയിലും മഞ്ഞക്കുയിലേക്ക് കിട്ടിയ അവന്മാർ നാളെ വരും. വെള്ളം അടിച്ച് യുവാവ് റോഡ് സൈഡിൽ കാണിച്ചത് എന്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഛർദ്ദിക്കുന്ന വീഡിയോസൊക്കെ വരും. അപ്പോൾ ഈ ഒരു മൈഗ്രെയിൻ വന്നിട്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് എല്ലാ 8 മണിക്ക് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, പറ്റുമെങ്കിൽ എക്സസൈസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വരേക്ക് വരില്ല. എന്തായാലും എനിക്ക് ആ ഒരു ഓറയെന്ന് പറഞ്ഞ സംഭവമുണ്ട്. എനിക്കൊരു അരമണിക്കൂർ മുമ്പ് ഈ സാധനം വരുമെന്ന് നേരത്തെ ബോഡി ഇൻറ്റിമേഷൻ തരും. അപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്താൻ പറ്റും. കയ്യിൽ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ വീട്ടിൽ പോകണം. സേഫ് പാക്കപ്പ് എന്തോ വന്നു. ബൈ ബൈ.